ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, ഈർപ്പം കെട്ടിക്കിടന്ന് നമ്മുടെ വീടിനുള്ളിൽ ബാഡ് സ്മെൽ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ വീട് മുഴുവൻ സുഗന്ധം നിറയ്ക്കാനുള്ള കുറച്ച് ടിപ്സാണ് പറയണത്. എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൽ നമ്മൾ ഡ്രസ്സിലെല്ലാം നമ്മൾ ഉപയോഗിക്കാറുള്ള പെർഫ്യൂം അത് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് ആദ്യം പറയണത്. നമ്മളെ വീടിനുള്ളോ ബെഡ്റൂമിലോ ഹാളിലോ എവിടെയെങ്കിലും നമുക്ക് ബാഡ് സ്മെല്ല് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മൾ റൂമിലത്തെ കർട്ടൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ പെർഫ്യൂം ഒന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം ആ പെർഫ്യൂം ഒന്നും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ എയർ ഫ്രഷ്നറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 1-2 മണിക്കൂർ മാത്രമാണ് ആ സ്മെല്ല് അവിടെ നിലനിൽക്കുള്ളൂ. വീണ്ടും നമ്മൾ ഇത് സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ കർട്ടൻസിലൊക്കെ നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുകയാണെങ്കിൽ 6-7 ദിവസം വരെ നമ്മളെ റൂമൊക്കെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അടുത്തതായിട്ട് നമ്മളെ കിച്ചൺ കബോർഡ് അല്ലെങ്കിൽ റൂമിലെ കബോർഡ് ഏതെങ്കിലും തുറക്കുന്ന സമയത്ത് ഈർപ്പം കാരണം എന്തെങ്കിലും ഒരു സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കർപ്പൂരം, നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. കർപ്പൂരം ഒരു 2-3 നമ്മളെ കബോർഡിനുള്ളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഒരു 10 ദിവസത്തോളം ഈ സ്മെല്ല് അവിടെ നിലനിന്നോളും. നല്ലവണ്ണം ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് മാത്രം ഈ മഴക്കാലത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി തുടച്ചെടുക്കുക. നനഞ്ഞ തുണി വെച്ചാണെങ്കിൽ അത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ ഈ കർപ്പൂരം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ദിവസത്തോളം നമുക്ക് നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. ഇതുപോലെ കർപ്പൂരം വെക്കുകയാണെങ്കിൽ പാറ്റ അതുപോലെ തന്നെ ചെറിയ പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതുപോലെ നേരിട്ട് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെറിയ ടിഷ്യൂലാക്കി പൊതിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ മേൽഭാഗത്തുള്ള കബോർഡില്ലേ, അതിലെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ ഏതെങ്കിലും ഇതുപോലെ വാഷ് ബേസിനൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ചീത്ത മണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്ര കഴുകി കഴിഞ്ഞാലും അതിനുള്ളിൽ നിന്ന് വരുന്ന സ്മെല്ല് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അത് വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പില്ലേ, പൊടിയുപ്പ്, അത് നന്നായി എല്ലാ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം രാത്രി സമയങ്ങളിൽ പൊടിയുപ്പില്ലേ, ആ ഉപ്പ് ഇത് നമ്മളെ ഈ സിങ്കിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 2 ദിവസം ചെയ്ത് കഴിഞ്ഞാലായിട്ട് നമ്മൾ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചീത്ത മണം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഉപ്പിട്ടതിന് ശേഷം ധാരാളം വെള്ളം ഒഴിക്കരുത്. വളരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഉപ്പ് അത്യാവശ്യം അതിൻ്റെ ആ പൈപ്പിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിലുള്ള ഏകദേശം ക്ഷുദ്രജീവികളൊക്കെ ചത്തൊടുങ്ങിക്കോളും. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിറ്റേ ദിവസം നമുക്ക് സാധാരണ പോലെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ കിച്ചൺ സിങ്കിലും അതേ ധാരാളമായിട്ട് ഇങ്ങനെ ഈ മഴക്കാല സമയത്ത് സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്മെല്ല് ധാരാളമായിട്ട് വരുന്ന സമയമുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പ് നമുക്ക് ഈ സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ സിങ്കിലെ എല്ലാ ഉപയോഗം കഴിഞ്ഞ് വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ചാരി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലൂടെ വരുന്ന സ്മെല്ല് നമുക്ക് പരമാവധി നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴായിട്ട് അത്യാവശ്യ കാലം നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഇതിനുള്ളിൽ നിന്ന് വരില്ല. അത്യാവശ്യ കാലം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇതുപോലെ ഏതെങ്കിലും ചെറിയൊരു ബോക്സിലാക്കുക. ഇത് കറക്റ്റായി അടയ്ക്കാൻ പറ്റുന്ന ഒരു മൂടി ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ ഒരു പാത്രത്തിലാക്കുക. അത്യാവശ്യം ഒരു 4-5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ ആ മൂടി വെച്ചൊന്ന് നന്നായി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. അതായത് നമ്മുടെ പപ്പടക്കോലില്ലേ, ആ പപ്പടക്കോല് വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കുത്തി കൊടുത്താൽ ഇതിന് നിറയെ ഹോൾ വന്നോളും. അപ്പോൾ ഉള്ളിലൂടെ നല്ല സ്മെല്ല് പുറത്തേക്ക് വരും. ഉപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ കോട്ടണില്ലേ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ ഏതെങ്കിലും ഒന്ന് ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അതിൽ ഒരു പാക്കറ്റ് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ അടച്ച് വയ്ക്കുക. ഇതുപോലെ പപ്പടക്കോല് വെച്ച് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാലായിട്ട് നല്ല സ്മെല്ലായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കട്ടിലിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിൻ്റെ സൈഡിലോ എവിടെയാണെങ്കിലും വെക്കാൻ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ 2-3 തരത്തിലുള്ള കംഫർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്മെല്ല് ഇഷ്ടം ആ സ്മെല്ലിനോട് കൂടിയിട്ടുള്ള കംഫർട്ട് ഒഴിച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞാൽ സ്മെല്ല് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല മണമായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. എന്നാൽ നമ്മുടെ റൂമൊക്കെ നല്ല ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. സാധാരണയായിട്ട് ഇത് നമുക്ക് ബാത്റൂമിലും ഉപയോഗിക്കാം. ബാത്റൂമിൻ്റെ ഏതെങ്കിലും സൈഡിലോ ജനവാതിലിൻ്റെ സൈഡിലോ മറ്റോ കൊണ്ടുവച്ചാൽ മതി. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ.
ചെറിയ പ്രാണിയുടെ ശല്യം ഉണ്ടാകുന്ന സമയമാണ് ഇത്. മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ ചെറിയ അംശം ഉണ്ടെങ്കിൽ അവിടെ അപ്പോൾ പ്രാണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ, ഒരു പ്രാണി പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മൾ അടുക്കളയൊക്കെ നന്നായി ഒന്ന് തുടച്ചിടുന്ന ശേഷം കുറച്ച് എന്തെങ്കിലും ഒരു ക്ലീനിങ് ലോഷൻ ഒഴിച്ച്, വളരെ കുറച്ച് ഒന്ന് ഒഴിച്ച് നന്നായി ഒന്ന് തുടച്ച് കൊടുത്ത് നോക്കുക. ഒരു പ്രാണി പോലും ആ ഭാഗത്ത് വരില്ല. പ്രാണിയെന്നല്ല, ഉറുമ്പൊന്നും ഈ സമയത്ത് നമ്മുടെ സ്ലാബുമ്മലോ എവിടെ ഒന്നും വരില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ അതുമല്ല, നമ്മൾ അടുക്കള മുഴുവനായിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ക്ലീനിങ് ലോഷൻ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പ്രാണികളെ അകറ്റാൻ പ്രത്യേകിച്ച് എവിടെയൊന്നും വെള്ളമില്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ വെള്ളം ഇല്ലാതെ നന്നായി ഒന്ന് തുടച്ചെടുത്ത് കുറച്ച് ഒരു ക്ലീനിങ് ലോഷൻ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക, ഒന്ന് തുടച്ചെടുക്കുക. ഇത് ഒരുപാട് പേര് ചെയ്യാനുണ്ടാവും, അറിയണുണ്ടാവും, പക്ഷെ അറിയാത്തവരുണ്ട്. ഇതുപോലെ ക്ലീനിങ് ലോഷനൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെ ഒന്നും ചെയ്യാൻ അറിയാത്തവരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇത് മാത്രമാണ് എനിക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നിയത് കേട്ടോ. വേറെ എന്ത് ടിപ്പ് ചെയ്ത് കഴിഞ്ഞാലും പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മുടെ അടുക്കളയിൽ ഈർപ്പത്തിൻ്റെ മണം നന്നായി കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ല് നമ്മുടെ അടുക്കളയിൽ കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലേ, ഒരു 6 കരയാമ്പൂ കൊടുത്തിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക. നേരെ ഇടരുത് കേട്ടോ. ചതച്ചതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ജനവാതിലെല്ലാം ഒന്ന് അടച്ചിടുക സമയത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ആ ചീത്ത സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും, ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുക, ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നന്നായി നമ്മൾ അടുക്കളയിൽ ആ മണം കെട്ടി നിൽക്കും. ആ മണം പോകാനും പെട്ടെന്ന് നമുക്ക് ആ മണം ഒന്ന് മാറ്റിയെടുക്കാനും ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വീടിനുള്ളിൽ ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഒരു സാമ്പ്രാണിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കുക കേട്ടോ. തുടച്ച ഉടനെ തന്നെ വെക്കുക. നനവ് മാറുന്നതിന് മുന്നേ തന്നെ ചന്ദനത്തിരിയോ, അതായത് നല്ല മണമുള്ള ചന്ദനത്തിരികളുണ്ട് ഇപ്പോൾ, 1 2 ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒന്ന് വാതിൽ അടച്ചിടുക. ഒപ്പം തന്നെ ഫാനും ഇടുക കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നല്ല മണം ഉണ്ടാവും. അത് കുറേ സമയം നിലനിൽക്കുകയും ചെയ്യും. അന്ന് മുഴുവനായിട്ട് ആ വീടിനുള്ള ആ സ്മെല്ല് തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തുടച്ച ഉടനെ തന്നെ ചെയ്യണം കേട്ടോ. എന്നെങ്കിലാണ് ആ സ്മെല്ല് കുറേ നേരം നിലനിൽക്കുള്ളൂ. ഇതെല്ലാം ചന്ദനത്തിരിയുടെ സ്മെല്ല് അധികം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എയർ ഫ്രഷ്നറോ മറ്റോ ഉപയോഗിക്കുക. തുടച്ച ഉടനെ തന്നെ ഇതൊന്ന് സ്പ്രേ ചെയ്യുക. ശേഷം വാതിലൊന്ന് അടച്ചിടുക, ഫാൻ ഇട്ട് വയ്ക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ ആ ദിവസം മുഴുവനും ആ സ്മെല്ലുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. മഴക്കാലത്ത് പ്രത്യേകിച്ച് പൊടികളും അഴുക്കും ഒന്നും നമ്മൾ ബെഡ്ഷീറ്റിൽ ഇല്ല എങ്കിലും ഏകദേശം ഒരു 3 4 ദിവസം മാത്രം ഒരു ബെഡ്ഷീറ്റ് വിരിക്കുക. 4ൻ്റെ അന്നോ 5ൻ്റെ അന്നോ എന്തായാലും നമ്മുടെ ബെഡ്ഷീറ്റ് നന്നായി വൃത്തിയിലൊന്ന് കഴുകുക കേട്ടോ. അതെന്തായാലും 4ൻ്റെ അന്ന് നമ്മളത് മാറ്റി വിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം എല്ലാം ചീത്ത സ്മെല്ലുണ്ടാവാനുള്ള വഴിയുണ്ട്. അതുമല്ല, നമ്മുടെ ബെഡ്ഷീറ്റ് കഴുകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കുറച്ച് കംഫർട്ടും മുക്കിയിടുക. അത് ഊരിയിടുന്ന സമയത്ത് നമ്മുടെ കംഫർട്ടും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഉണ്ടാവില്ല. എപ്പോഴും ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസം ബെഡ്ഷീറ്റ് വിരിക്കാൻ കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് വൃത്തിയായി കഴുകിയിടുക. പിന്നെ വൃത്തിയുള്ള ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടുക കേട്ടോ. അതായത് കംഫർട്ടിൽ മുക്കിയതാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബെഡ്റൂം നല്ല മണം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുമല്ല, നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോണ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ നനഞ്ഞ മുടി വെച്ച് ഈ ബെഡ്റൂമിൽ കയറി കിടക്കുക. അതായത് നമ്മൾ തലയിണ വെച്ചിട്ട് നനഞ്ഞ മുടി വെച്ച് കിടക്കുകയാണെങ്കിൽ ഇത് നന്നായി ഈർപ്പം വലിച്ചെടുക്കും. നമ്മുടെ ബെഡ്റൂമൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നനഞ്ഞ മുടി വെച്ചിട്ട് നമ്മൾ ബെഡ്റൂമിൽ കയറി കിടക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റ് കഴുകുമ്പോൾ അത് ഊരിയിടുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രൈ ആവുന്ന സമയത്തോ കംഫർട്ടും കൂടെ ഒഴിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ കാര്യം ആലോചിച്ച് നമ്മൾ ടെൻഷനേ വേണ്ട. എപ്പോഴും നല്ല സ്മെല്ലോട് കൂടെ നിലനിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കർട്ടൻ കഴുകാനുള്ള സമയം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കഴുകി എടുക്കുക. ഇടയ്ക്ക് ഒന്ന് നമ്മൾ കർട്ടനും കൂടെ ഒന്ന് ഇതുപോലെ കഴുകി കംഫർട്ട് മുക്കിയിട്ട് കഴിഞ്ഞാലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളെ ബെഡ്റൂമിലൊക്കെ. പിന്നെ അതുമല്ല, നമ്മൾ അടിച്ച് വരുമ്പോഴായിട്ട് എപ്പോഴും നമ്മുടെ ജനവാതിലൊക്കെ ഒന്ന് തുറന്ന് ഇതുപോലെ ഒരു പൊടി തട്ടി ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് പൊടി തട്ടി ഇടണ്ട. ഇത് പ്രത്യേകിച്ച് സമയമൊന്നും കളയണ്ട. എപ്പോഴാണോ നമ്മൾ ചൂലായിട്ട് അടിച്ച് വരാനായിട്ട് വരുന്നത് അപ്പോൾ ഒപ്പം തന്നെ ഇതൊന്ന് എടുക്കുക. അതൊന്ന് ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് നന്നായി ഒന്ന് പൊടി തട്ടിക്കളയുക. ഉടനെ ഒന്ന് അടിച്ച് വരിക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉൾഭാഗം എപ്പോഴും ഫ്രഷ് ആയിരിക്കും കേട്ടോ. നല്ല ഒരു സ്മെല്ലായിരിക്കും. അതായത് മാറാലയുടെ പൊടിയുടെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല. ഇതുപോലെ ഒരു പൊടി തട്ടി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയിടുക. അതായത് എപ്പോഴാണോ നമ്മൾ ചൂലായിട്ട് അടിച്ച് വരാനായിട്ട് വരുന്നത് അപ്പോൾ ഒപ്പം തന്നെ ഇതൊന്നും ചെയ്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും കാണണ്ട. ഒപ്പം തന്നെ ബെഡ്റൂമിൻ്റെയും ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് പൊടി തട്ടിയിടുക കേട്ടോ. ഇത് ഈസിയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പൊടി തട്ടി ഉപയോഗിച്ചിട്ട് ജനവാതിലൊക്കെ ഒന്ന് തുറന്ന് പൊടി തട്ടുന്ന വീട്ടിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്രഷ്നെസ് ആയിരിക്കും വീട്ടിലുണ്ടാവുക കേട്ടോ. ജനവാതിൽ അധികം നേരം ഒന്നും തുറന്നിട്ട് ഇടിക്കരുത്. ഉടനെ അത് പൊടി തട്ടുക, വേഗം അത് തന്നെ അടിച്ചിടുക കേട്ടോ. ഡെയിലി ഇതൊന്നും ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ച് നോക്കട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ ഉള്ളിലെ ഫ്രഷ്നെസ് അപ്പം നമുക്ക് കണ്ടറിയാം.
അപ്പോൾ അതിന് ശേഷം നമുക്ക് അടിച്ച് വരാം കേട്ടോ. അപ്പോൾ ചൂലെടുക്കുമ്പോൾ ഒപ്പം തന്നെ ഇതുപോലെ ഒരു പൊടി തട്ടി ഉണ്ടെങ്കിൽ ഒപ്പം ഒന്ന് പൊടി തട്ടുക കേട്ടോ. ശേഷം ഒന്ന് അടിച്ച് വാരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ, അറിയാത്തവരുണ്ട് കേട്ടോ. എങ്ങനെ ചെയ്താലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ല് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ടിപ്സൊക്കെ ഒന്ന് പ്രയോഗിച്ചോളൂ. എന്തായാലും നിങ്ങളുടെ വീട് മുഴുവൻ സുഗന്ധം പരന്നോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും. ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.